ഹലോ നമസ്കാരം. മൈൻഡ് സൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും ട്രോമ ബോണ്ടിങ്. അതായത് നിങ്ങളൊരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്യൂസ് നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു സ്നേഹം കാരണം അല്ലെങ്കിൽ ഒരു സ്നേഹക്കൂടുതൽ കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടു പോരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനൊരു ട്രൂ ലവ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ പലപ്പോഴും അതൊരു യഥാർത്ഥ പ്രണയം ആയിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ ഒരു ട്രോമ ബോണ്ടിങ് ഉള്ള കാരണമായിരിക്കും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് ട്രോമ ബോണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എന്താണ്, എങ്ങനെ നമുക്ക് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പുറത്തു കടക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ട്രോമ ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ഓഫ് അബ്യൂസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്നായിട്ട് സ്നേഹിക്കുക, ആ സ്നേഹത്തിന്റെ അവസാനം വീണ്ടും അബ്യൂസീവായിട്ട് ഈ റിലേഷൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കുക, എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഈ വ്യക്തി നമ്മളോട് സ്നേഹം കൊണ്ട് മൂടുക, അങ്ങനെ നമ്മൾ അതിലൊന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും വീണ്ടും ഒരു ബ്രേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു അബ്യൂസ്, അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു സൈക്കിൾ പോലെ തുടരുന്ന ഒരു അവസ്ഥ. ശരിക്കും ഇതൊരു ലൂപ്പാണ്. നമ്മൾ ആ ലൂപ്പിനോട് ഭയങ്കര അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അഡിക്ഷൻ വരുന്നത്? അതായത് ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഇവർ നമ്മളോട് നല്ല രീതിയിൽ സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇവരാണ് നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ പോലെ നമ്മളെ കെയർ ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല. അങ്ങനെ നന്നായിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ഇവരുടെ ബിഹേവിയർ. നമുക്ക് വേണമെങ്കിൽ ഒരു ലവ് ബോംബിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തി പിന്നീട് ഒരു പോയിന്റിൽ ഈ വ്യക്തി പോയാലും ഈ വ്യക്തി തിരിച്ചു വരുന്നു, ഒരു പഴയ സ്നേഹം നമ്മളോട് കാണിക്കുന്നു, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത്തരമൊരു സിറ്റുവേഷനിൽ ഈ വ്യക്തി വീണ്ടും തിരിച്ചു വരികയും ചെറിയൊരു സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബ്രേക്ക് ആയിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ അവരുടെ പിറകെ പോകും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് തുടരുന്നുള്ളതാണ്. അതായത് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ആ സൈക്കിൾ ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ ആ ലൂപ്പിനിടയിൽ കുടുങ്ങിപ്പോവും. അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഒക്കെ നമ്മൾ അങ്ങനെ ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കിളിൽ കിടന്ന് കറങ്ങുമ്പോൾ അവിടെ ഒരു ട്രോമ ബോണ്ടിങ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ഒരു സ്ഥിരതയില്ലാത്ത ഒരു സ്നേഹമാണെന്ന് നമുക്കറിയാം. എന്നാലും ആ ഇടയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ആ സ്നേഹത്തിനോട് ഒരു മരുഭൂമിയിൽ ഒരു മഴ എന്നുള്ള പോലെയൊക്കെ നമ്മൾ ഭയങ്കര അഡിക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്കിങ്ങനെ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡോപ്പമിൻ, സെറോട്ടോണിൻ പോലുള്ളവയൊക്കെ. അപ്പം അത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. എന്നാൽ ഈ റിലേഷൻഷിപ്പിന്റെ ഡൗൺ ടൈമിൽ അല്ലെങ്കിൽ ഈ സൈക്കിളിന്റെ ഒരു ലോ ടൈമിലൊക്കെ വീണ്ടും ഈ വ്യക്തി നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമ്മളൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിന്റെ വേരിയേഷൻ, ഈ ഒരു വേരിയേഷൻ ആയിരിക്കും നമ്മളെ പലപ്പോഴും ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ കൊണ്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോമ ബോണ്ട് കാരണം ഇതൊരു അബ്യൂസീവ് റിലേഷൻ ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതിൽ തന്നെ തുടരാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. എന്താണ് നിങ്ങളൊരു ട്രോമ ബോണ്ടിലാണ് എന്നുള്ളതിന്റെ സയൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ജസ്റ്റിഫിക്കേഷൻ. അതായത് ഈ വ്യക്തി നമ്മളോട് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളെ അബ്യൂസ് ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അയാളെ കുറിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരോട് ഇങ്ങനെ പറയുക, അല്ല അവൻ അത് മനഃപൂർവ്വമല്ല, എന്നോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ അവന് ടൈം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് അത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇവരെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ സെൽഫ് മാനിപ്പുലേറ്റിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ. നമ്മൾ സ്വയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണ്, ഇതൊരു ട്രൂ ലവ് ആണ്, അല്ലെങ്കിൽ ഇയാൾ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ. മറ്റൊരു പോയിന്റ് ആണ് നമ്മൾ ഈ വ്യക്തിക്ക് എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക. അതായത് ഇയാൾ നമ്മളോട് ഇമോഷണലി അവൈലബിൾ അല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോൾ വിളിക്കുമ്പോഴും ഭയങ്കര അവൈലബിൾ ആയിരിക്കുക, അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാലാമത് വരുന്നൊരു പോയിന്റ് ആണ് ഇതിലൊരു ബ്രേക്കപ്പ് വന്നാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതായത് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സങ്കടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നന്നായിട്ട് മിസ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊരു ട്രോമ ബോണ്ട് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ആയിരിക്കില്ല. ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള ഭയങ്കര ഒരു ബ്രേക്കപ്പ് പെയിൻ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ഒക്കെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. സോ നിങ്ങളൊരു ട്രോമ ബോണ്ടിലാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാം, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതൊരു ട്രോമ ബോണ്ട് ആണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക. അതായത്
അതായത് ഒരു ട്രോമ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു ആക്ച്വൽ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് അല്ല, ഒരു ബ്രെയിൻസിന്റെ ഒരു റിയാക്ഷൻ മാത്രമാണ്, അതിനോടുള്ള നമ്മുടെ ഒരു റിയാക്ഷൻ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻ നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്തരത്തിൽ അബ്യൂസ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വേദനകൾ നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഈ പെയിൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ്, ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരേണ്ട ആവശ്യമില്ല, നമ്മളും സ്നേഹമൊക്കെ അർഹിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുക. പലപ്പോഴും ചൈൽഡ്ഹുഡ് ട്രോമാസും അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഒരു അവഗണനയൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു ട്രോമ ബോണ്ടിങ് ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. കാരണം ഇവരിൽ ഇങ്ങനെ ചെറുപ്പകാലത്തൊക്കെ ഈ ഒരു അവഗണന കാരണം, അല്ലെങ്കിൽ ഈ പാരൻസിൽ നിന്നുള്ള ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലവ് ഒക്കെ കാരണം ഇവരിൽ പലപ്പോഴും ഇവരുടെ ബ്രെയിൻ ഇതിനെ നോർമലൈസ് ചെയ്യും. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് എന്താണെന്നോ ഇവർക്ക് തിരിച്ചറിഞ്ഞോളണമെന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലവ് എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ സീക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതാണ് ഒരു നോർമൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ബ്രെയിനിൽ കിടക്കുന്നത്. സോ അത്തരത്തിലുള്ള ഇവരൊരു ചിന്താഗതി കാരണം ഇവർ ഈ ട്രോമ ബോണ്ടിങ്ങിനെ അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെയൊക്കെ നല്ല രീതിയിൽ നോർമലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് തേടുക. അതായത് ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അവർ ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ കുടുങ്ങി കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളെ വേണ്ടാത്ത ഒരാളെ അല്ലെങ്കിൽ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന ഒരാളുടെ പിറകെ നിങ്ങൾ പോവാതിരിക്കും. അതുപോലെ സെൽഫ് വർത്ത് എന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ പലപ്പോഴും സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ഇത്തരം റിലേഷൻഷിപ്പിലൊക്കെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു പ്രവണത നിങ്ങളിൽ ഇല്ലാതായിക്കോളും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതിന് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പലപ്പോഴും ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിലൊക്കെ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് ഫ്രണ്ട്സ് ഒക്കെ താരതമ്യേന കുറവായിരിക്കും. കാരണം ഈ ഒരു പാർട്ട്ണർ കാരണം പലപ്പോഴും അവർ നമ്മളെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ ഒക്കെ അകറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം ഒരു ഒതുങ്ങിക്കൂടുന്ന രീതിയിൽ അവർ നമ്മളെ ആക്കിയെടുത്തേക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് അവരുടെയൊക്കെ സഹായം തേടുക. തീർച്ചയായിട്ടും നിങ്ങളും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരിക്കലും ഇത്തരത്തിൽ ഒരു ട്രോമാസ് ഒന്നും തരുന്ന അല്ലെങ്കിൽ ഒരുപാട് പെയിൻ തരുന്ന നിങ്ങളുടെ മെന്റൽ കണ്ടീഷനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന അത്തരം ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.